യേശു നമ്മെ പഠിപ്പിച്ച കർത്താവിന്റെ പ്രാർത്ഥനയിലെ രഹസ്യം നിങ്ങൾക്കറിയാമോ? മത്തായി 6:9 നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എന്തുകൊണ്ടാണ് യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത്? 2 കൊരിന്ത്യർ 6:18 നിങ്ങൾക്കു പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഇതിലും ആശ്ചര്യകരമായ ഒരു രഹസ്യം അടങ്ങിയിരിക്കുന്നു. പിതാവിന്റെയും അവന്റെ മക്കളുടെയും അസ്തിത്വം സൂചിപ്പിക്കുന്നത് ഒരു മാതാവുണ്ടെന്നാണ്. കാരണം മാതാവിനെ കൂടാതെ പിതാവിനും അവന്റെ മക്കൾക്കും നിലനിൽക്കാൻ കഴിയില്ല. പിതാവായ ദൈവവും അവിടുത്തെ മക്കളും ഉള്ളതിനാൽ മാതാവായ ദൈവവും ഉണ്ടായിരിക്കണം. ഗലാത്യർ 4:26 മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. കർത്താവിന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം നമുക്ക് നിത്യജീവൻ നൽകുന്ന മാതാവായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകാൻ കഴിയുക? ഭൗമിക കുടുംബത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും മാംസവും രക്തവും അവകാശമാക്കിക്കൊണ്ട് മക്കൾക്ക് ജീവൻ ലഭിക്കുന്നു. സ്വർഗീയ കുടുംബത്തിലും പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും മാംസവും രക്തവും അവകാശമാക്കിക്കൊണ്ട് ദൈവമക്കൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും മാംസവും രക്തവും നമുക്ക് എങ്ങനെ അവകാശമാക്കാനാകും? യോഹന്നാൻ 6:54 എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. നമുക്ക് എങ്ങനെ യേശുവിന്റെ മാംസം തിന്നുവാനും അവിടുത്തെ രക്തം കുടിക്കുവാനും സാധിക്കുക? ലൂക്കോസ് 22:15 ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. പിന്നെ അപ്പം എടുത്തു, ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. പെസഹ അപ്പം തന്റെ മാംസമാണെന്നും പെസഹ വീഞ്ഞ് തന്റെ രക്തമാണെന്നും യേശു പറഞ്ഞു. പുതിയ നിയമമായ പെസഹ ആചരിക്കുന്നതിലൂടെ നമുക്ക് പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും മാംസവും രക്തവും അവകാശമാക്കാനും നിത്യജീവൻ പ്രാപിക്കാനും ദൈവമക്കളാകാനും കഴിയും. ദയവായി പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുകയും നിത്യജീവന്റെ അനുഗ്രഹം പിതാവായ ദൈവത്തിൽ നിന്നും മാതാവായ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യുക.